ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വലിയ പെർഫോമർ ആണെന്നോ ഒരു വലിയ നടനാണെന്നൊന്നും ഇതുവരെ ആരുടെ പറഞ്ഞിട്ടില്ല. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. ഈ സിനിമ ഞാനും കണ്ടതാണ്. വലിയ ബാഹുബലിയൊന്നും അല്ലെങ്കിലും നമ്മൾ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുകയാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ടില്ല, വേറെ മീഡിയേറ്റേഴ്സ് വഴി എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. അടിച്ചതിന്റെ കരണം പൊളിക്കും ഞാൻ. നീ ആരോടാ ഈ സേച്ച് വർത്താനൊക്കെ പറയുന്നത്? നിനക്ക് ഞാൻ ആരാന്നറിയോ? 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. എടാ, പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന് കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. ഇത്തരത്തിൽ കാശ് വാങ്ങിക്കൊണ്ട് നെഗറ്റീവ് പറഞ്ഞാൽ ശരിക്കും 2.5 ലക്ഷം വ്യൂസ് കിട്ടി അശ്വന്ത് ഗോക്കിന്. ഈ 2.5 ലക്ഷം നമ്മൾ ഇൻറ്റു 10 വെച്ചാൽ 25 lakhs ആയി. ഓക്കെ, ഈ 25 lakhsല് ഒരു 20% തിയേറ്ററിൽ എത്തേണ്ടതില്ലേ? 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പെടോ. അംഗമട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ, എടാ മാധവ് സുരേഷേ, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടുന്നാടാ വീട്ടിയത്? ഞാൻ പൈസ വാങ്ങിച്ചത് കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ എല്ലാ മാനവും പോയി. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. നിനക്ക് ഗൂഗിൾ പേ വഴിയല്ല, മറ്റേന്താ UPI വഴിയല്ല, പിന്നെ നിന്റെ അച്ഛൻ ചാക്ക് കിട്ടിയിട്ട് എനിക്ക് 1 ലക്ഷം രൂപ കൊണ്ടുവന്നാടാ നായേ. കിട്ടിയാ? മുതലും പലിശ ചേർത്ത് കിട്ടി. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. A few moments later. ഇപ്പോ മാധവ് സുരേഷിന് ആ വിഷയത്തിൽ മറുപടി പറയണം എന്ന് മാധവിന് ആഗ്രഹമുണ്ട്. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പർ അവിടെ ഇറക്കാൻ പോവാ. അശ്വന്ത് ഗോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അശ്വന്ത് ഗോക്കിനെ റെപ്രസെന്റ് ചെയ്ത ഒരാളാണ് നമ്മളെ വിളിച്ചത്. എന്നെയും എന്റെ അച്ഛന്റെ പേര് ചേർത്തുമാണ് എഗൈൻ എടുത്തു പറയുക. അദ്ദേഹം എന്റെ അച്ഛനെയും ചേട്ടനെയും പറ്റി ഒരുപാട് നല്ലത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. പക്ഷെ എനിക്ക് ആകെ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, കോക്കേട്ട, ഈ ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ പേരുപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടുപിടിച്ച് നിങ്ങളുടെ പേരും കൂടെ സംരക്ഷിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും